നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.5% മൈനസിലാണ് എല്ലാ ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തത്. യുഎസിലെ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. S&P 500 5 ദിവസമായിട്ട് ലോയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാൾമാർട്ടിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് പ്രതീക്ഷിച്ചത്ര മികച്ചതായിരുന്നില്ല. സെയിൽസ് കൂടിയെങ്കിലും പ്രോഫിറ്റും ലാഭ മാർജിനും കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഇത് മാർക്കറ്റിൽ ഒരു സെൽ ഓഫിന് കാരണമായിട്ടുണ്ട്. അതുപോലെ സോളാർ വിൻഡ് പവർ പദ്ധതികൾക്ക് അനുമതി നൽകില്ല എന്ന് ട്രംപ് പറഞ്ഞതും അത്തരം ഓഹരികളെയും ഇന്നലെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കി. മറ്റൊന്ന് യുഎസും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റ് വീണ്ടും അത് പുതിയ രീതിയിലേക്ക് വരികയാണ്. ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോ അത്തരത്തിലെല്ലാം 15% താരിഫ് എന്ന രീതിയിൽ വന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മിക്കതിനും യൂറോപ്യൻ യൂണിയനിലോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവ ഇല്ലാതെ ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരം മോസ്റ്റ് ഫേവർ നേഷൻ അത്തരത്തിലുള്ള രീതിയിലുള്ള ഡീലുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്തെങ്കിൽ പോലും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് 33 പോയിന്റ് പ്ലസ് ആയിട്ടാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെന്റം കുറഞ്ഞിട്ടുണ്ട്. GST പരിഷ്കരണം സംബന്ധിച്ചുള്ള ആ മൊമെന്റം ഇപ്പോഴും പോസിറ്റിവിറ്റി ഇപ്പോഴും മാർക്കറ്റുണ്ട്. ഇന്നലെ മന്ത്രിതല സമിതി അതിന് ഉള്ള അനുമതി നൽകിയത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ 5%-വും 18%-ത്തിലേക്ക് GST മാറ്റുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ PMI ഡേറ്റ വന്നത് 65.2 ആഗസ്റ്റ് മാസത്തിലെ റെക്കോർഡ് ഹൈ ആണ് വന്നേക്കുന്നത്. അതുപോലെ ചില ഡെറിവേറ്റീവ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നത് BSE, ഏഞ്ചൽ അത്തരത്തിലുള്ള ബ്രോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഓഹരികളിൽ അത് സെല്ലിംഗ് പ്രഷർ വരുത്തിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ 7% GDP കടന്നേക്കാം എന്ന് SBIയുടെ ഒരു പഠന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റൊരാശങ്ക ഇന്ന് ജാക്സൺ ഹോൾ സിമ്പോസിയമാണ്. അതിൽ ഫെഡ് ചെയർമാന്റെ സ്പീച്ച് വളരെയധികം നിർണായകമാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പറ്റിയും അവിടുത്തെ പലിശ നിരക്കിനെ പറ്റിയും പറയുന്നത് വളരെ നിർണായകമാണ്. ഇനി ഇന്ത്യക്ക് ഇതുപോലെ തന്നെ പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്ന ദിവസം ഏതാണ്ട് അടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം നീണ്ടുപോകുന്നു. അത് ഇന്നലെ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് നടന്നത്. ഒരു സ്ഥലത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ പോലും മറ്റൊരു സ്ഥലത്ത് ആക്രമണം കടുപ്പിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വില കയറാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഇന്നലെ പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ന്യൂസ്. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഷെയർസ് അവരുടെ പ്രൊമോട്ടർമാർ വിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. 1394 കോടി രൂപയുടെ 1.25% ഓഹരിയാണ് വിൽക്കുന്നത്. വേദാന്ത ഓഹരി 1-ന് 16 രൂപ വെച്ച് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IDBI ബാങ്കിന്റെ സ്വകാര്യവൽക്കരണ നടപടികൾ വളരെ വേഗത്തിൽ നടക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളുണ്ട്. ഇൻഡസിൻ ബാങ്ക്, ഇൻഡിഗോയും ഒരുപക്ഷെ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.